ഹായ് ക്യൂട്ടീസ്. ഈ 2025 നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? എനിക്കെങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച 80% കാര്യങ്ങളും അതേപോലെ എന്ന് വെച്ചാൽ ആ പ്ലാൻ ചെയ്ത അതേപോലെ നടന്നൊരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്ന ഈ വർഷം. അന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിൻട്രസ്റ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ, അതിൻ്റെയൊക്കെ ഒരു വിഷ്വലൈസേഷന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കണ്ടാലും ഞാൻ ഗൂഗിളിലാണെന്നുണ്ടെങ്കിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു തരം സംതൃപ്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇൻറ്റൻഷന് ആണല്ലോ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം ആ കാര്യങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അതിൻ്റെ മറ്റൊരു സയൻറ്റിഫിക് ടൂൾ അല്ലെങ്കിൽ ഒരു വേർഷനാണ് ഇപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. 2025 എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2026 വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വിഷൻ ബോർഡ് ചെയ്യും എന്നുള്ളത് അന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, 2025 പകുതി ആയപ്പോഴാണ് എനിക്ക് വിഷൻ ബോർഡ് ചെയ്യണം എന്ന് തോന്നിയത്. പക്ഷേ പകുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് 2026 വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഉണ്ടായത്. അങ്ങനെ കാത്തിരുന്ന് 2026 എത്തി. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ടൂളാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അല്ലാതെ ഒരു മാജിക് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഡയറക്ഷനുള്ള ഒരു ക്ലാരിറ്റി ഇത് തരും. അപ്പോൾ നമ്മൾ ഡെയിലി ഇത് കാണുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ നമ്മളിത് വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓൾറെഡി അത് സെറ്റാവും, ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ആ രീതിക്ക് അങ്ങ് മാറിപ്പോയിക്കോളും. അതാണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2026 ഇതുപോലൊരു ലൈഫ് റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഭയങ്കര ഒരു നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ആക്കാനും, നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ആ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോഴേക്കും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻറ്റും നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. പിന്നെ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള പ്രോസസ്സൊന്നുമല്ല, കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ടൈം കൺസ്യൂമിങ് എന്ന് വെച്ചാൽ ഇതൊരു ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ആദ്യം ഫസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്ര ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളതും നമ്മൾ കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു പേപ്പർ, ഒരു ഒഴിഞ്ഞ പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക. ഈ ഗോൾസ് എഴുതുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ആ ഒരു നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമ്മൾ അതിൽ എഴുതി വെക്കണം. നമ്മൾ ഓരോ മാർക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഓരോന്നിനും ഓരോ മാർക്ക് നമ്മൾ കൊടുക്കാം. അപ്പോൾ 10 ഇപ്പോൾ ഞാനെൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കരിയറിൻ്റെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിനിപ്പോൾ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും, എനിക്ക് ഒരു 10 ഒരു 5 മാർക്ക്. കാരണം കരിയർ കംപ്ലീറ്റ് ആയിട്ടില്ല, കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ അതുപോലെ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് 9 കൊടുക്കാം നമുക്ക്. അപ്പോൾ 10 ഒരു 9 കൊടുക്കാം.
ഇനി മണിയാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഒന്നും ഏൺ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഏൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10ൽ നമ്മൾ കയ്യിലിപ്പോൾ ഒന്നുമില്ലാത്തൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുത്താൽ മതി. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം നമ്മളിനി എത്ര ദൂരം 10ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ടുണ്ട്. ഇനി അത് പിൻട്രസ്റ്റിൽ കൊണ്ടുപോയിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഞാനത് പ്രിൻ്റ് ചെയ്ത് ഒരു കാർഡ്ബോർഡ് പീസിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഊഴാണ്. നിങ്ങളും വിഷൻ ബോർഡ് തയ്യാറാക്കുക, ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗോൾസൊക്കെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രീം കമൻറ്റ് ചെയ്യണേ. വിഷൻ ബോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്.